Hello everyone, welcome to Disha Academy. അങ്ങനെ നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ എക്സാമിനേഷന്റെ ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എക്സാമിനേഷനായ RRB ALPയുടെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ എക്സാമിനേഷനായ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3യുടെ ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അവരുടെ എംപ്ലോയ്മെന്റ് നോട്ടീസ് വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്, ഉടനെ തന്നെ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്ത് മൊത്തം കാര്യങ്ങളും പറഞ്ഞു തരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും റെയിൽവേ പറഞ്ഞ വാക്ക് അവർ കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നുണ്ട്. ഇനി ഇയർലി ബേസിസിലായിരിക്കും അവരുടെ എക്സാംസ് നടത്തുമെന്ന് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തതാണ്. നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ എക്സാമും അവർ അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിനി അവരുടെ ആ ഒരു പാറ്റേൺ അവർ ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് വിശ്വസിച്ച് തുടങ്ങാം. എന്തായാലും ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3യുടെ ആ ഒരു നോട്ടീസ് എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ വാക്കൻസീസ് മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ 6180 വാക്കൻസീസ്, 6000+ വാക്കൻസി ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. 6000 പുറത്ത് വാക്കൻസി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 14000 പുറത്ത് വാക്കൻസി ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കിതൊരു ഷോർട്ട് നോട്ടീസ് ആണ്, ഇതിൽ നിന്ന് മാറ്റം വരാൻ ചാൻസുകളുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു ടെൻഡേറ്റീവ് വേക്കൻസി അങ്ങനെ തന്നെ കാണാം. 6180 വാക്കൻസിയിൽ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് 180 വാക്കൻസീസും ഗ്രേഡ് 3 വാക്കൻസികളിലേക്ക് എത്രയാണ് 6000 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും രണ്ട് ഡിഫറെന്റ് എക്സാമിനേഷൻ ആയിട്ടാണ് നടത്തുന്നത്, 2 ഡേ ആയിട്ടാണ് നടത്തുന്നത്. നിങ്ങൾക്ക് അറിയാം, രണ്ടിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഗ്രേഡ് 1 സിഗ്നലിനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc ഫിസിക്സ്, മാത്സ്, സയൻസ്, ഈ പറയുന്ന IT ഒക്കെ പഠിച്ചവർക്കാണ് അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ഗ്രേഡ് 3 നമ്മുടെ ആരുടെയാണ്, ITI പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും 10+ ITI, SSLC + ITI എന്നുള്ളൊരു രീതിക്കാണ് ഗ്രേഡ് 3 എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇതൊരു ടെക്നിക്കൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തായാലും ഗ്രേഡ് 3യിലേക്ക് 6000 വാക്കൻസിയും പറയുന്നുണ്ട്. ഗ്രേഡ് 1 സിഗ്നലിലേക്ക് 180 വാക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് അവരിപ്പോൾ തന്നെ പറയുന്നുണ്ട്. 1/7/2025 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 to 30 ഇയേഴ്സ് ആണ്. 18 to 30 വയസ്സ് വരെയും ഗ്രേഡ് 1 സിഗ്നലിനാണെങ്കിൽ 18 to 33 വയസ്സ് വരെയും ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഏജ് ലിമിറ്റ് കഴിഞ്ഞ തവണ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാമായിരുന്നു, കാരണം കോവിഡ് റിലാക്സേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എന്തില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഗ്രേഡ് 3 ITI പഠിച്ചവരാണെങ്കിൽ 18 to 30 ഇയേഴ്സും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc പഠിച്ചവരാണെങ്കിൽ 18 to 33 ആണെന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതിന്റെ പേയ്മെന്റ് സ്കെയിലിന്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഗ്രേഡ് 3 ആണെങ്കിൽ 19,000 നിന്നാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. അതേസമയം ഗ്രേഡ് 1 സിഗ്നൽ കുറച്ചും കൂടെ ഹയർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 29,000 മുതലാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടീസ് ആണ്. ഇനി നിങ്ങളുടെ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത്, എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങുന്നത് 28 ജൂൺ മുതൽ എന്നുള്ളൊരു കാര്യമാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 28 ജൂണും അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 28 ജൂലൈയുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് നോട്ടീസ് കൃത്യമായിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അവരെന്തായാലും എക്സാം അപ്ഡേറ്റ്സ് കൃത്യമായി നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ എക്സാമും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നടത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് ITക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് നല്ലൊരു ചോയ്സ് ആണ് വരുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ഡേറ്റ് മറക്കണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി എന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ചെയ്യും. എന്തായാലും 28 ജൂൺ 28 ജൂലൈ എന്നുള്ളൊരു ടൈം ലൈൻ ആണ് അവർ പറയുന്നത്. വാക്കൻസി ഇത്രയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ആലോചിച്ച് ആരും സങ്കടപ്പെടേണ്ട. ഉറപ്പായിട്ടും അവർ ഇത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു കാര്യത്തിന് വേണ്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഊർജ്ജവത്താക്കുക. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.